നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മോഷണ കേസിൽ പിടിയിലായ പ്രതികളിലൂടെ 2 കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണ്. അതും വീണ്ടും ഒരു നരബലി. കഴിഞ്ഞ ദിവസമാണ് മോഷണ ശ്രമത്തിനിടെ കാഞ്ചാർ കാക്കാട്ടുകട നെല്ലിയാനിക്കൽ വിഷ്ണു വിജയൻ, സഹായിയായ പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്നിവർ പോലീസ് പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇവർ ഒരുമിച്ച് താമസിക്കുന്ന കാക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ പുതിയതായി കോൺക്രീറ്റ് ചെയ്തതായി പോലീസ് കണ്ടെത്തിയതോടെയാണ് വിഷ്ണുവിന്റെ പിതാവ് വിജയൻ, സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാണെന്ന സത്യം അറിയുന്നത്. കൂട്ടുകാരന് സഹോദരിയിൽ ജനിച്ച കുഞ്ഞിനെ കൊന്നത് ഗന്ധർവന് കൊടുക്കുവാനും അച്ഛനെ കൊന്നു തള്ളിയത് ദുർമന്ത്രവാദത്തിനുമാണെന്നാണ് അറിവ്. വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയയുടെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു. കൂടാതെ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ പോലീസ് അമ്മയെയും സഹോദരിയെയും പൂട്ടിയിട്ടതായും കണ്ടെത്തി. വീട്ടിലെ അസ്വാഭാവികമായ സാഹചര്യവും പോലീസിൽ സംശയം ജനിപ്പിച്ചിരുന്നു. ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിഷ്ണുവും നിതീഷും അമ്മയും സഹോദരിയും നാട്ടുകാരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. വിഷ്ണുവിന്റെ സഹോദരിയിൽ നിന്നുമാണ് കൊലപാതകം സംബന്ധിച്ച സൂചനകൾ പോലീസ് ലഭിക്കുന്നത്. 6 മാസം മുൻപ് ഇവരുടെ അച്ഛൻ വിജയനും നിതീഷും തമ്മിലുണ്ടായ അടിപിടിയിൽ മരിച്ചു എന്നാണ് മൊഴി. സംഭവം ആരെയും അറിയിക്കാതെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷുമായി ഉണ്ടായ ബന്ധത്തിൽ 2016 ഒരു കുഞ്ഞു ജനിച്ചിരുന്നു. കുഞ്ഞിനെ 4 ദിവസം പ്രായമുള്ളപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് വിവരം. ഇത് ആഭിചാരത്തിന്റെ ഭാഗമാണെന്നും സംശയമുണ്ട്. പൂജാരി കൂടിയായ നിതീഷാണ് 2 കൊലപാതകങ്ങളും നടത്തിയതെന്നാണ് സൂചന. വീട്ടിലെ പരിശോധനയിലായിരുന്നു കേസിൽ നിർണായകമായത്. ഗന്ധർവന് കൊടുക്കുവാൻ എന്ന പേരിലാണ് കുട്ടിയെ അമ്മയുടെ പക്കൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയത്. നിതീഷ് തന്നെയാണ് മന്ത്രവാദത്തിന് നേതൃത്വം നൽകിയതും. നഗരത്തിലെ ഓക്സിലിയം സ്കൂൾ ജംഗ്ഷന് സമീപത്തെ വർക്ക്ഷോപ്പിൽ പുലർച്ചെയായിരുന്നു യുവാക്കൾ ചേർന്ന് മോഷണത്തിനെത്തിയത്. യാത്ര കഴിഞ്ഞ് യാദൃശ്ചികമായി ഈ സമയം സ്ഥലത്തെത്തിയ സ്ഥാപക ഉടമ വേലായുധന്റെ മകൻ പ്രവീണും സുഹൃത്ത് തോംസണും ശബ്ദം കേട്ടായിരുന്നു വർക്ക്ഷോപ്പിലേക്ക് ചെന്നത്. ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്ന വിഷ്ണുവിന് ഇവർ തടയാൻ ശ്രമിച്ചു. ഇവരെ ആക്രമിച്ച മോഷ്ടാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ അടിപിടിയുണ്ടായി. ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റ പ്രവീണിന് പരിക്കേറ്റിട്ടുണ്ട്. മറ്റുള്ളവരെ തള്ളിയിട്ട് മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിഷ്ണു വീണ് കാലിന് പരിക്കേറ്റു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. കാലിന് പൊട്ടലുള്ളതിനാൽ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണുവിന്റെ സഹായിയായി വർക്ക്ഷോപ്പിന് പുറത്തുണ്ടായിരുന്ന രാജേഷ് സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞുവെങ്കിലും പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പോലീസ് ചോദ്യം ചെയ്യലായിരുന്നു നരബലി സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം നരബലി വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ മാറേണ്ടതോ മാറ്റേണ്ടതോ എവിടെയാണെന്നോ ആരെയാണെന്നോ അറിയാൻ കഴിയുന്നില്ല. ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും ഇത്രയേറെ പുരോഗമിച്ചിട്ടും മനുഷ്യൻ ചന്ദ്രനിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും പുറകെ പോകുന്നവരുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം.